ദിവസങ്ങൾ നീണ്ട ഇന്ത്യ പാക് സംഘർഷത്തിനൊടുവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെടിയൊച്ച നിലച്ച് അതിർത്തി പ്രദേശങ്ങൾ സമാധാനത്തിലേക്ക് തിരികെ മടങ്ങുന്നു. എന്നാൽ യുദ്ധഭീതി ഒഴിഞ്ഞ് സമാധാനം പുലരുമ്പോൾ രാജ്യത്ത് പുതിയ രാഷ്ട്രീയ വിവാദം ചൂടുപിടിക്കുകയാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിലും ഇടപെടലിലുമാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്ന റിപ്പോർട്ടുകളാണ് പുതിയ വിവാദങ്ങളുടെ കാരണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിലും തർക്കത്തിലും മൂന്നാമതൊരു കക്ഷി ഇടപെടേണ്ടതില്ലെന്ന പതിറ്റാണ്ടുകളായി ഇന്ത്യ കൊണ്ടുനടക്കുന്ന വിദേശ നയം ലംഘിക്കപ്പെട്ടെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളോ സൈന്യമോ ഒന്നും പരസ്യമാക്കും മുൻപ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തൽ ധാരണയായ വിവരം സോഷ്യൽ മീഡിയയിലൂടെ ആദ്യമായി പുറത്തുവിടുന്നത്. ട്രംപിന്റെ പ്രഖ്യാപനം വന്ന് മിനിറ്റുകൾക്ക് ശേഷമായിരുന്നു കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിവരം സ്ഥിരീകരിക്കുന്നത്. രാജ്യത്തിന്റെ വിദേശ നയവും പരമാധികാരവും കേന്ദ്ര സർക്കാരും മോദിയും അമേരിക്കയ്ക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞെന്നാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ആക്ഷേപം. 1960കളിലും 70കളിലും ഇന്ദിരാഗാന്ധി സ്വീകരിച്ച ഉറച്ച നിലപാടുകളും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ഷിംല സമാധാന കരാറുമെല്ലാം കോൺഗ്രസും പ്രതിപക്ഷവും ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുണ്ടായ നേരിട്ടുള്ള ചർച്ചയിലാണ് വെടിനിർത്തൽ ധാരണയായതെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. പുറത്തുനിന്നൊരു കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും വിശദീകരിക്കുന്നുണ്ട് കേന്ദ്രം. എന്നാൽ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ US നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് വിളിച്ച് വെടിനിർത്തലിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയായിരുന്നുവെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയ്ക്ക് ലഭിച്ച ആശങ്കപ്പെടുത്തുന്ന ഒരു രഹസ്യ വിവരം മോദിയെയും കേന്ദ്ര സർക്കാർ നേതാക്കളെയും ധരിപ്പിക്കുകയായിരുന്നുവെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. രഹസ്യ വിവരത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്താൻ US വൃത്തങ്ങൾ തയ്യാറായിട്ടില്ല. എന്നാൽ അമേരിക്കയുടെ ഇടപെടൽ ശക്തമാക്കാൻ ഈ വിവരം അതിനിർണായകമായിരുന്നുവെന്നാണ് CNN-നോട് US വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത്. ഇന്റലിജൻസ് വിവരം വാൻസ് നേരിട്ട് ട്രംപിനെ അറിയിക്കുകയായിരുന്നു. ശേഷമാണ് US വൈസ് പ്രസിഡന്റ് മോദിയെ ഫോണിൽ വിളിച്ചത്. വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ നാടകീയമായ സംഭവ വികാസങ്ങൾക്ക് സാധ്യതയേറെയാണെന്ന് പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുകയായിരുന്നു അത്രേ. ഇന്ത്യ പാകിസ്ഥാനെ നേരിട്ട് വിളിച്ച് ആക്രമണം നടത്തുന്ന വിവരം അറിയിക്കണമെന്നും വാൻസ് മോദിയോട് ആവശ്യപ്പെട്ടു. വാൻസിന്റെ കോളിന് പിന്നാലെ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറിനെയും പാക് വിദേശകാര്യമന്ത്രി ഇസാഖ് ദാറിനെയും വിളിച്ച് സംസാരിച്ചിരുന്നു. വെടിനിർത്തൽ നടപടിക്രമങ്ങളെക്കുറിച്ചായിരുന്നു പ്രധാനമായും സംസാരമെന്നും CNN റിപ്പോർട്ടിൽ തുടരുന്നുണ്ട്. രാജ്യത്തെ വിവാദം കത്തുന്നതിനിടെ വെടിനിർത്തലിൽ അമേരിക്കയുടെ ഇടപെടലുണ്ടായെന്ന അവകാശവാദം ആവർത്തിച്ച് വീണ്ടും ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനെയും ഈ ചരിത്രപരമായ തീരുമാനത്തിലെത്തിക്കാൻ സാധിച്ചതിൽ US-ന് അഭിമാനമുണ്ടെന്നായിരുന്നു ട്രംപ് സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ഞായറാഴ്ച കുറിച്ചത്. കാശ്മീരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ താൻ ഇടപെടുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ഈ പോസ്റ്റിൽ. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ശക്തവും അചഞ്ചലവുമായ നേതൃത്വത്തെക്കുറിച്ച് എനിക്ക് ഏറെ അഭിമാനമുണ്ട്. അനേകം മനുഷ്യരുടെ മരണത്തിനും നാശത്തിനും കാരണമായേക്കാവുന്ന നിലവിലെ ആക്രമണം നിർത്താനുള്ള സമയമായെന്ന് പൂർണ്ണമായും മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള ശക്തിയും ബോധവും ധൈര്യവും അവർക്കുണ്ടായി. ദശലക്ഷക്കണക്കിന് വരുന്ന നിരപരാധികൾ മരിച്ചു വീഴുമായിരുന്നു. നിങ്ങളുടെ പൈതൃകത്തിന് കൂടുതൽ കരുത്താവുകയാണ് ഈ ധീരമായ പ്രവർത്തികൾ. ഈ ചരിത്രപരവും വിരോചിതവുമായ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ അമേരിക്കയ്ക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇതുവരെ ചർച്ച നടന്നിട്ടില്ലെങ്കിലും ഈ രണ്ട് മഹത്തായ രാജ്യങ്ങളുമായും വലിയ തോതിൽ വ്യാപാരം വർദ്ധിപ്പിക്കാൻ പോവുകയാണ് ഞാൻ. ഇതിനു പുറമെ നീണ്ട കാലത്തിനു ശേഷം കശ്മീർ വിഷയത്തിൽ ഒരു പരിഹാരത്തിലെത്താൻ ഞാൻ നിങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാം. ഈ നല്ല പ്രവൃത്തിക്ക് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നേതൃത്വത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു രാത്രി നീണ്ട മധ്യസ്ഥ ചർച്ചകൾക്കൊടുവിൽ അടിയന്തരവും സമ്പൂർണ്ണമായ വെടിനിർത്തലിന് ഇന്ത്യയും പാകിസ്ഥാനും സമ്മതിച്ചെന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. സാമാന്യബോധവും വിവേകവും കാണിച്ചതിൽ രണ്ടു രാജ്യങ്ങളെയും അഭിനന്ദിക്കുകയാണെന്നും വിഷയം ശ്രദ്ധിച്ചതിൽ നന്ദിയുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ട്രംപ്. ട്രംപിന്റെ ഈ പോസ്റ്റിന് പിന്നാലെ 5:30 US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റും വന്നു. കഴിഞ്ഞ 48 മണിക്കൂറായി താനും വൈസ് പ്രസിഡന്റ് JD വാൻസും ഇന്ത്യൻ പാക് ഉന്നത വൃത്തങ്ങളുമായി സംസാരിക്കുകയായിരുന്നുവെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, പാക് സൈനിക തലവൻ ആസിം മുനീർ, സുരക്ഷാ ഉപദേഷ്ടാവ് ആസിം മാലിക് എന്നിവരുമായെല്ലാം സംസാരിച്ചതായി പോസ്റ്റിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അടിയന്തരമായി വെടിനിർത്തലിന് ഇരു കക്ഷികളും സമ്മതിച്ചതായും റൂബിയോ പറഞ്ഞു. നിഷ്പക്ഷമായ സ്ഥലത്ത് വിശാലമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച തുടങ്ങാനും തീരുമാനമായതായും മാർക്കോ റൂബിയോ വെളിപ്പെടുത്തിയിരുന്നു. 5:50 വെടിനിർത്തൽ ധാരണയായതായി പാക് വിദേശകാര്യമന്ത്രി ഇസാഖ് ദാറും സ്ഥിരീകരിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞ് വൈകിട്ട് 6 മണിയോടെയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് വാർത്താ സമ്മേളനത്തിൽ വിവരം പുറത്തുവിട്ടത്.
അമേരിക്കയുടെ മധ്യസ്ഥ ശ്രമം പരാമർശിക്കാതെയായിരുന്നു അദ്ദേഹം വെടിനിർത്തൽ തീരുമാനം പ്രഖ്യാപിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ പരസ്പരം സംസാരിച്ചാണ് വെടിനിർത്തലിന് ധാരണയായതെന്നാണ് മിസ്രി വ്യക്തമാക്കിയത്. പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ വിശദീകരണം വന്നു. വെടിനിർത്തലിൽ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നായിരുന്നു ആ വിശദീകരണം. എന്നാൽ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ട്രംപിന്റെ ഇടപെടലിന് നന്ദി പറഞ്ഞ് പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു.